പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ചന്ദ്രശേഖരനും ശ്രീകാന്തും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ്. ചന്ദ്രശേഖരൻ ശ്രീകാന്തിനോട് പറയുന്നുണ്ട്, എടാ ഇപ്പം ആ ജോണിക്ക് പണം കൊടുത്തത് കൊണ്ടുള്ള പ്രയോജനം നീ കണ്ടില്ലേ? അന്നേരമാണ് വാസവൻ ആ ഒരു കാര്യം ഏകദേശം മനസ്സിലായിട്ടുണ്ട് എന്ന് ഇവർക്ക് അറിയുന്നത്. വിക്രം മാത്രമല്ല ഇതിൻ്റെ പിന്നിലുള്ളത്. അങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ മിക്കവാറും ആ ഒരു പുളിക്കനെ അങ്ങനെ പൊക്കിയിട്ടുണ്ടെങ്കിൽ അയാൾ പിന്നെ വെറുതെ ഇരിക്കില്ല. സത്യങ്ങളെല്ലാം ആ വാസവനെ കൊണ്ട് പറയിപ്പിക്കും. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യണം, എത്രയും പെട്ടെന്ന് തന്നെ നാഗർകോവിലേക്ക് തിരിക്കണമെന്ന് ചന്ദ്രശേഖരൻ പറയും. ഇത് കേട്ടപ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ അതിനു മുൻപെങ്ങാനും വാസവൻ്റെ കയ്യിൽ പുളിക്കൻ അകപ്പെടുമോ എന്ന്. അന്നേരം ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, ഏയ് ഒരു കാരണവശാലും അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഈ പറയുന്ന ജോണി ആ രാജേട്ടനോടൊപ്പമല്ലേ പോകുന്നത്, അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വരാൻ പാടുള്ളൂ. പുളിക്കൻ നാവ് തുറന്ന് ഒന്നും തന്നെ വാസവനോട് മിണ്ടിപ്പോകരുത്. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വാസവൻ വെറുതെ ഇരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവൻ നബക്കെതിരെ തിരിയും. തൻ്റെ മോനെ കൊന്നതിൻ്റെ പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ട് അവൻ വരും. അന്നേരം ശ്രീകാന്ത് പറഞ്ഞിട്ട്, ഓ അത് ശരിയാണച്ചാ, ആ പുളിക്കനാണ് ഏകസാക്ഷി. അവനെ അങ്ങോട്ടേക്ക് തീർത്ത് കളഞ്ഞാൽ പിന്നെ നമുക്ക് പേടിക്കാനൊന്നുമില്ല എന്ന് പറയും. കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ചതുപോലെ നടക്കും. പിന്നെ ആ ദീപ്തിയുടെ കാര്യം, അവളെ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ഇനി ആരെങ്കിലും പറഞ്ഞിട്ടാണോ അവൾ വാസവനോട് പോയിട്ട് സംസാരിക്കുന്നത് എന്നറിയില്ലല്ലോ. അത് കേട്ടപ്പോൾ ഒന്ന് ആലോചിച്ചുകൊണ്ട് തന്നെ ശ്രീകാന്ത് പറഞ്ഞു, ഏയ് അവൾക്കിതിലൊന്നും ഒന്നും പറയാനില്ല. പോരാത്തതിന് അവൾ ആകപ്പാടെ നല്ല വിഷമത്തിലാണ്. വരുണിനെ കൊന്നത് ആരായാലും അവരെ കണ്ടുപിടിക്കണമെന്നൊരൊറ്റ ചിന്തയെ അവളുടെ മനസ്സിലുള്ളൂ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിക്രമിനെക്കുറിച്ച് ചിലതൊക്കെ അവളുടെ തലയിലങ്ങ് കുത്തി നിറക്കുന്നുണ്ട്. അങ്ങനെ വിക്രമിനെയും അവളെയും ഞാൻ ശത്രുക്കളായി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ പേടിക്കൊന്നും വേണ്ട. എങ്കിലും ഇനി എന്തു തന്നെ വന്നാലും നമ്മളാണ് ഇതിൻ്റെ പിന്നിലെന്ന് ആരും അറിയാൻ പാടില്ല. അത് വാസവനായാലും ശരി, വീട്ടുകാരായാലും ശരി. വീട്ടിലറിഞ്ഞ അച്ഛൻ പിന്നെ എന്താ ചെയ്യാന്ന് അങ്കിളിനറിയാലോ. അപ്പോൾ ചന്ദ്രശേഖരൻ ആശ്വസിപ്പിച്ചു, അതൊക്കെ എനിക്കറിയാം മോനെ, നീ ധൈര്യമായിട്ടിരിക്കും ശ്രീകാന്തേ. കാര്യങ്ങളൊക്കെ ഇത്രത്തോളം എത്തിയില്ലേ? ആ വിക്രമിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായ പിന്നെ ദർശനും വേദിയും തമ്മിലുള്ള ആ ഒരു കല്യാണം നാം ഉദ്ദേശിച്ചതുപോലെ തന്നെ നടക്കും. വേദിയുടെ പേരിൽ ആ ഒരു സ്വത്തുക്കളാണ് എല്ലാവരും ലക്ഷ്യം വെക്കുന്നത്. കമ്പനിയും വീടും എല്ലാം അവളുടെ പേരിലാണല്ലോ. ദർശൻ വേദിയെ കിട്ടിയ പിന്നെ ചന്ദ്രശേഖരൻ അത് നല്ലതാണ്. കാരണം തൻ്റെ മകന് ആ ഒരു സ്വത്തിൽ ഒരു പങ്ക് കിട്ടുമല്ലോ. ആ ഒരു ചിന്ത മാത്രമായിരുന്നു ചന്ദ്രശേഖരൻ്റെ മനസ്സിൽ. ശ്രീകാന്തിനും അത് ലാഭമുള്ള കാര്യം തന്നെയാണ്. എന്നാൽ വിക്രം വേദിയെ കിട്ടിയാൽ തങ്ങൾക്കൊന്നും കിട്ടില്ല എന്ന് അവനറിയാം. സ്വത്തുക്കൾ എങ്ങോട്ടെങ്കിലും പോകുമെന്ന് തടയണം. അത് തന്നെയായിരുന്നു അവരുടെയൊക്കെ ലക്ഷ്യം. ഇതേ സമയം വേദ തൻ്റെ മുറിയിൽ വന്നിരുന്നു കൊടുത്തിന് കുറേ ആലോചനയിലാണ്. വിക്രം അപ്പുറത്തേക്ക് മാറിയിരിക്കുകയായിരുന്നു. നേരത്തെ ശങ്കരനാരായണനും പത്മം വന്നപ്പോൾ വിക്രം അവരുടെ സംസാരമൊക്കെ കേട്ടിരുന്നു. അവൾ തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നും എന്തിനാണ് തിരികെ വന്നത് എന്നും അവന് മനസ്സിലായി. പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടല്ല, തന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വേദ വന്നത് എന്ന് വിക്രം തിരിച്ചറിഞ്ഞു. പിന്നീട് വിക്രം മുറിയിലേക്ക് വരുമ്പോൾ വേദ ചിന്താവിഷ്ടയായിരിക്കുന്നത് കണ്ടു. അവൻ കട്ടിൽ അവൾക്കരികിൽ വന്നിരുന്നു കൊണ്ട് തന്നെ അവളുടെ കയ്യെ ചേർത്ത് പിടിച്ചു. ആ സമയം വേദ വിക്രമിനെ നോക്കിയപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, സത്യം പറ, നീ എന്നെ അത്രയധികം ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിക്കും. വേദ അമ്പരന്ന് ചോദിച്ചു, എന്താ വിക്രം ഇങ്ങനെ ചോദിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ വിക്രം പറയുന്നുണ്ട്, അതെ ഞാൻ എല്ലാം കേട്ടു, നീ അച്ഛനോട് പറഞ്ഞതൊക്കെ. നീ വീട്ടിലേക്ക് വന്നത് എന്നോടുള്ള വൈരാഗ്യം തീർക്കാനാണെന്നാണ് ഞാൻ കരുതിയത്. ഒരിക്കൽ പോലും നിന്നെ മനസ്സിലാക്കാൻ ഞാൻ നോക്കിയിട്ടില്ല. ദേഷ്യമായിരുന്നു എനിക്ക് നിന്നോട്. അന്നേരം വേദ പറഞ്ഞു, ഓ അതാണോ കാര്യം? അതങ്ങനെ കാര്യമാക്കൊന്നും വേണ്ട. വിക്രം തുടർന്നു, എനിക്കറിയാം വേദ, നീ എത്രമാത്രം എന്നെ സ്നേഹിച്ചിട്ടും ഞാൻ ചെയ്തതൊക്കെ നീ ആ വീട്ടിലേക്ക് തിരികെ വരുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. ഡിവോഴ്സ് നോട്ടീസ് വന്നപ്പോൾ ഞാൻ ആകെ തകർന്നു പോയി. എപ്പോഴോ എൻ്റെ മനസ്സിൽ നീ അങ്ങ് കയറിക്കൂടി. ഒഴിവാക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ നീ ശക്തിയോടുകൂടെ കൂടുതൽ ഉള്ളിലേക്ക് നിറഞ്ഞു. നിന്നോട് വഴക്കിടുമ്പോൾ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ സന്തോഷിച്ചിരുന്നു. കാരണം അപ്പോഴും എനിക്ക് നിന്നോട് ഇഷ്ടമായിരുന്നു. അത് കേട്ടപ്പോൾ വേദ പറയുന്നത്, അതൊക്കെ എനിക്കറിയാവുന്ന കാര്യമാണ് വിക്രം. ഞാനും അത് അനുഭവിച്ചറിഞ്ഞതാണ്. എനിക്ക് വിക്രമിനെ രക്ഷിക്കണമെന്നൊരു വാശിയുണ്ടായിരുന്നു. നമ്മൾ തല്ലുകൂടുന്ന ഓരോ നിമിഷവും ഞാൻ ശരിക്കും അത് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. നീ അല്ലാതെ എൻ്റെ ജീവിതത്തിലേക്ക് മറ്റാരും വരില്ല എന്ന് എനിക്കുറപ്പായിരുന്നു. ദർശനെ കൊണ്ട് എന്നെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടുകാർ നോക്കുന്നുണ്ട്. പക്ഷേ അതൊരിക്കലും നടക്കില്ല. വിക്രം കെട്ടിയ താലിയാണ് ഇപ്പോഴും എൻ്റെ കഴുത്തിലുള്ളത്. രണ്ടാമതും മൂന്നാമതൊക്കെ വിക്രം കെട്ടിയ ആ ഒരു താലി കെട്ടിയപ്പോൾ അത് മനസ്സോടെയൊന്നും ആയിരുന്നില്ല എന്ന് എനിക്കറിയാമായിരുന്നു. അന്നേരം വിക്രം പറയുന്നു, അതൊക്കെ എൻ്റെ മനസ്സിലെ ദേഷ്യവും സങ്കടവും കൊണ്ടായിരുന്നു. നീ വന്നത് എന്നെ തകർക്കാനാണെന്നാണ് ഞാൻ കരുതിയത്. ശ്രീനിവാസനെ നീ എതിർക്കുമ്പോൾ എനിക്ക് കടുത്ത ദേഷ്യം തോന്നിയിരുന്നു നിന്നോട്. പക്ഷേ എപ്പോഴോ നീ എൻ്റെ പ്രിയപ്പെട്ടവളായി മാറി. ഇത്രയും അധികം നീ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് വൈകിട്ടാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. അന്നേരം വേദ ഒന്നും മിണ്ടാതെ ഇരുന്നു. വിക്രം അവളെ നോക്കി ചോദിച്ചു, എന്തിനാ നീ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത് എന്ന്.
എന്നെ വാസന് വിട്ടുകൊടുത്തിരുന്നെങ്കിൽ നിനക്ക് സുഖമായി ജീവിക്കാമായിരുന്നില്ലേ? ദർശനോടൊപ്പം നിന്റെ അച്ഛനും അമ്മയും പറയുന്നത് പോലെ നിനക്ക് സന്തോഷമായിട്ട് ജീവിക്കാമായിരുന്നില്ലേ എന്ന് ചോദിക്കും. അത് കേട്ടപ്പോൾ വേദയ്ക്ക് ശരിക്കും അങ്ങ് സങ്കടം വന്നു. വിക്രമിന് ഞാൻ ദർശനോടൊപ്പം ജീവിക്കണമെന്നാണോ ആഗ്രഹം? അങ്ങനെ ചെയ്താൽ പിന്നെ വിക്രമിന് സമാധാനാവോ? അവൾ ചോദിച്ചു. വിക്രം പറയുന്നുണ്ട്, അത് വേണ്ട, പിന്നെ ഒന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ കണ്ണങ്ങ് നിറഞ്ഞു. വിക്രം പെട്ടെന്ന് വേദയെ നെഞ്ചിലേക്ക് അങ്ങ് ചേർത്ത് പിടിച്ചു. അവളുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു. വേദയും ആ നെഞ്ചിലേക്ക് അങ്ങ് ഒട്ടി നിന്നു. രണ്ടുപേരുടെയും മനസ്സ് ആ ആഗ്രഹമുണ്ടായിരുന്നു. ഇതുവരെയും തുറന്നു പറയാത്ത ആ ഒരു പ്രണയം അവർ പരസ്പരം പങ്കുവെക്കാണ്. കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷത്തിലേറെ കാലമായിട്ടും എല്ലാവരും ആഗ്രഹിച്ച ആ ഒരു നിമിഷം തന്നെയാണ് വന്നിരിക്കുന്നത്. വിക്രമിൻ്റെ കാലിൽ വെടിയേറ്റതും അങ്ങനെ ഒരു അപകടം പറ്റിയതൊക്കെ ഒരു തരത്തിൽ നന്നായി എന്ന് തന്നെ പറയാം. അത് കാരണമാണല്ലോ ഇവർ രണ്ടുപേരും ഇത്രത്തോളം അടുത്തത്. അവർ രണ്ടുപേരും പരസ്പരമുള്ള ആ ഒരു നോട്ടവും കെട്ടിപ്പിടുത്തവും എല്ലാം തന്നെ കാണുമ്പോൾ തന്നെ അറിയാം അവരുടെ ബന്ധത്തിൻ്റെ ആഴം എത്രമാത്രമുണ്ട് എന്ന്. ഇനി ആരൊക്കെ തന്നെ വിചാരിച്ചാലും അവരൊരിക്കലും മാറ്റാൻ പറ്റില്ല. വേദ പോലും അങ്ങനെയൊന്നും വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. വിക്രം തന്നെയായിരിക്കും തൻ്റെ ജീവിതമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അവർക്ക് ഒന്നിക്കാൻ ദൈവം ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തതുപോലെയാണ്ടോ ഇങ്ങനെ. ഇതൊന്നും പക്ഷേ ശ്രീകാന്തും ചന്ദ്രശേഖരനും അറിഞ്ഞിരുന്നില്ല. അവൻ അവരെ അകറ്റാനുള്ള പ്ലാനിലായിരുന്നു. പിന്നീട് ഹോസ്പിറ്റലിൽ നിന്നും കമലമ്മയും മാഷും ഡിസ്ചാർജൊക്കെ ആയി വീട്ടിലേക്കെത്തി. കമലമ്മയുടെ മുഖത്ത് ആ ഒരു സങ്കടമൊന്നും ഉണ്ടായിരുന്നില്ല. അത് കുറഞ്ഞിരുന്നു. തൻ്റെ മകൻ വേദയുടെ കൂടെ സുരക്ഷിതമായിരിക്കുന്നതെന്ന് അവർക്കറിയാമായിരുന്നു. വീട്ടിലേക്ക് എത്തിയപ്പോൾ കമലമ്മയുടെ ആ ഒരു മാറ്റം കണ്ട് നന്ദിനിക്ക് നല്ല സംശയം തോന്നി. ഇവിടെ നിന്ന് പോയതുപോലെയൊന്നുമല്ല അമ്മ മടങ്ങി വന്നത്. സംസാരത്തിലും ചിരിയിലൊക്കെ നല്ല സന്തോഷമുണ്ട്. ഇതിനു മുൻപ് വിക്രമിനെ ഓർത്ത് കളഞ്ഞു തളരുന്ന അമ്മയ്ക്ക് ഇതെന്താ സംഭവിച്ചത്? പോലീസോ വാസവൻ്റെ ആളുകളോ അവനെ പിടികൂടുമോ എന്ന ടെൻഷനായിരുന്നു അന്ന്. ഹോസ്പിറ്റലിൽ പോയി വന്നപ്പോൾ ആകെ മാറിയിരിക്കുന്നു. നന്ദിനി ഉടനെ വിനായകനോട് ചോദിച്ചു, വിനായകേട്ടാ, നിങ്ങളുടെ അമ്മ ഹോസ്പിറ്റലിൽ വെച്ച് എന്തോ പറ്റിയിട്ടുണ്ട്. അച്ഛനും പഴയ വിഷമമൊന്നും മുഖത്ത് കാണുന്നില്ലല്ലോ. വിനായകൻ ചോദിച്ചു. എന്താ നന്ദിനി, നീ ഇപ്പം എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്? നന്ദിനി വിട്ടുകൊടുത്തില്ല. ഒരു പക്ഷേ വിക്രം അച്ഛനെയും അമ്മയും കാണാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ടാവോ? അന്നേരം വിനായകൻ പരിഹസിച്ചു. ഹോസ്പിറ്റലിലേക്കോ? പോലീസും വാസവൻ്റെ ആൾക്കാരൊക്കെ തിരഞ്ഞു നടക്കുമ്പോൾ അവനെങ്ങനെയാ അങ്ങോട്ടേക്ക് വരുന്നത്? നന്ദിനി പറയുന്നത് എല്ലാവരുടെയും കണ്ണ് വെട്ടിച്ച് വരുന്നത് അത്ര എളുപ്പമാണോ എന്നല്ലേ ഞാൻ പറഞ്ഞത്. വിനായകൻ ദേഷ്യപ്പെട്ടു. ഇനി കൂടുതൽ നീയൊന്നും ചിന്തിക്കാൻ പോവണ്ട. നല്ലത് വരുന്നത് നല്ല കാര്യമല്ലേ? വിക്രം വന്നിട്ടുണ്ടെങ്കിൽ വാസവൻ്റെ ആൾക്കാർ അവനെ വെറുതെ വിടോ? നീ എന്താ ഉദ്ദേശിക്കുന്നത്? അവൻ പിടിക്കപ്പെടണമെന്നാണോ? നന്ദിനി പറയുന്നത് ഏയ് അല്ല, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. എങ്കിൽ മിണ്ടാതിരിക്കാൻ പറഞ്ഞുകൊണ്ട് തന്നെ വിനായകൻ ദേഷ്യപ്പെട്ട് ഇറങ്ങി പോവുകയാണ്. എന്നാലും കമലമ്മയുടെ മാറ്റം നന്ദിനിയെ വല്ലാതെ കുഴപ്പിച്ചു. ആ സമയത്തന്നെ വേദ വിക്രമിൻ്റെ നെഞ്ചിൽ ചേർന്ന് കിടന്നിങ്ങനെ പറയുന്നുണ്ട്, വിക്രം, ഈ പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ തീരും. വിക്രം നിരപരാധിയാണെന്ന് പുറംലോകം അറിയും. അതിനുള്ള ശ്രമങ്ങളൊക്കെ ഞാൻ തുടങ്ങിക്കഴിഞ്ഞു എന്ന് പറയും. വിക്രം ആശ്വസിപ്പിച്ചു. പേടിക്കണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. വിക്രം പറയുന്നുണ്ട്. പക്ഷേ എനിക്കിങ്ങനെ കഴിയുന്നത് നല്ല ബുദ്ധിമുട്ടാണ് വേദ. വേദ പറയുന്നത് അതൊന്നും കുഴപ്പമില്ല. നിരപരാധിത്വം തെളിയിച്ചിട്ട് ഞാൻ ഇവിടെ നിന്നും വിക്രമിനെ പുറത്തു വിടൂ. പിന്നെ ദർശൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അവനെല്ലാം മനസ്സിലാക്കി നമ്മളെ സഹായിക്കാനും തയ്യാറാണ്. യഥാർത്ഥ കൊലയാളിയെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരാൻ ദർശൻ നമ്മളെ സഹായിക്കുമെന്ന് വേദ വിക്രമിന് ഉറപ്പു നൽകി. വിക്രം ധൈര്യമായിട്ടിരിക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വേദ വിക്രമിനെ ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ ആ രാത്രിയുടെ നിശബ്ദതയിൽ വിക്രമിൻ്റെ നെഞ്ചിൽ തലചായ്ച്ച് വേദ കിടക്കുമ്പോൾ വേദയുടെ മനസ്സിൽ വല്ലാത്തൊരു സമാധാനമായിരുന്നു. പുറത്ത് കാറ്റടിക്കുന്ന ശബ്ദവും ചില്ലകളാടുന്ന നിഴലുകളും അവരെ ഭയപ്പെടുത്തിയിരുന്നില്ല. പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ ദർശൻ വേദയെ വിളിച്ചു. ചന്ദ്രശേഖരനും ശ്രീകാന്തും നാഗർകോവിലിലേക്ക് തിരിക്കാനുള്ള ആ ഒരു വണ്ടി റെഡിയാക്കിയ വിവരം അവൻ രഹസ്യമായി തന്നെ കൈമാറി. വേദ വിക്രമിനെ നോക്കി കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി അധിക സമയം നമുക്ക് കളയാനില്ല. ആ പുളിക്കൻ്റെ വാസവൻ്റെ ആൾക്ക് മുൻപേ തന്നെ നമുക്ക് കണ്ടെത്തണം. ദർശൻ്റെ സഹായത്തോടു കൂടി തന്നെ വിക്രം രഹസ്യമായി ആ ഒരു വീട്ടിൽ നിന്നും പുറത്തു കടന്നു. തൻ്റെ കാലിലെ പരിക്ക് പോലും വകവെക്കാതെ വിക്രം തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് ഉറച്ചു. നാഗർകോവിലിലെ ഒരു പഴയ തോട്ടത്തിലേക്ക് നടുവിലുള്ള ആ ഒരു വീട്ടിൽ പുളിക്കനെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ചന്ദ്രശേഖരൻ്റെ ഗുണ്ടകൾ. എന്നാൽ അവിടേക്ക് എത്തിയ വേദയും വിക്രമും കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു. വാസവൻ നേരത്തെ തന്നെ അവിടെ എത്തിയിരുന്നു. തൻ്റെ മകനെ കൊന്നത് വിക്രമാണെന്ന് ഉറച്ചു വിശ്വസിച്ച വാസവൻ പുളിക്കൻ്റെ കഴുത്തിലങ്ങ് കത്തിവെച്ച് സത്യം പറയാൻ ആവശ്യപ്പെട്ടു. ആ നിമിഷം വിക്രം വാസവൻ്റെ മുന്നിലേക്ക് അങ്ങ് ചാടി വീഴാണ്. ചന്ദ്രശേഖരനും ശ്രീകാന്തും അവിടേക്ക് എത്തിയതോടുകൂടെ തന്നെ പിന്നീട് നാടകീയമായ രംഗങ്ങളാണ് ആ ഒരു തോട്ടം സാക്ഷ്യം വഹിക്കുന്നത്. വിക്രം തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഫോണിലെ റെക്കോർഡിങ്സ് എല്ലാം ഓൺ ചെയ്തു. ശ്രീകാന്ത് ചന്ദ്രശേഖരനോട് തൻ്റെ മകനെ കൊന്നതിനെക്കുറിച്ച് സംസാരിക്കുന്ന ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ദർശൻ വഴി വേദ നേരത്തെ തന്നെ ചോർത്തിയിരുന്നു. ഇതെല്ലാം കേട്ടതോടുകൂടി തന്നെ വാസവൻ ആകെ ഷോക്കേറ്റതുപോലെ നിൽക്കുകയാണ്. സത്യം വെളിപ്പെട്ടതോടുകൂടി തന്നെ പുളിക്കൻ വിറച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, ചന്ദ്രശേഖരൻ്റെ നിർദ്ദേശപ്രകാരമാണ് താൻ വിക്രമിൻ്റെ മൊഴി മാറ്റി നൽകിയത് എന്നും വരുണിനെ കൊന്നത് ചന്ദ്രശേഖരൻ്റെയും ശ്രീകാന്തിൻ്റെയും ആളുകളാണ് എന്നും.
ചന്ദ്രശേഖരനും ശ്രീകാന്തും രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും ദർശൻ വിളിച്ചു വരുത്തിയ പോലീസ് സംഘം അവിടെ വലഞ്ഞു. വാസവൻ വിക്രമിന്റെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ വിക്രമിനോട് മാപ്പ് ചോദിച്ചു. തന്റെ പക കണ്ണു മറച്ചപ്പോൾ യഥാർത്ഥ ശത്രുവിനെ തിരിച്ചറിയാൻ വൈകിയതിൽ അയാൾ വിങ്ങിപ്പൊട്ടി. ചന്ദ്രശേഖരനും ശ്രീകാന്തും വിലങ്ങ് വെച്ച് കൊണ്ടുപോകുന്നത് നോക്കി നിൽക്കുമ്പോൾ വിക്രമിന്റെ കണ്ണുകളിൽ വർഷങ്ങൾക്ക് ശേഷമുള്ള ആ ഒരു തിളക്കം വേദ കണ്ടു. വീട്ടിലേക്ക് തിരിച്ചെത്തിയ വിക്രമിനെ കമലമ്മയും മാഷും ഒത്തിരിയധികം സ്നേഹത്തോടുകൂടിയായിരിക്കും സ്വീകരിക്കുന്നത്. നന്ദിനി തന്റെ തെറ്റായ സംശയങ്ങളിൽ ലജ്ജിച്ചുകൊണ്ട് തന്നെ തല താഴ്ത്തി നിന്നു. പവിത്രമായ ആ ഒരു താലിയുടെ വില തിരിച്ചറിഞ്ഞ വിക്രം വേദയുടെ നെറ്റിയിൽ ഒരിക്കൽ കൂടി ഒന്ന് ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, വേദ, നീ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ ഈ ലോകത്തുണ്ടാവില്ലായിരുന്നുവെന്ന്. അവർക്കിടയിൽ ഇനി ഒളിച്ചു വെക്കാൻ പ്രണയം മാത്രമായി ബാക്കി. അങ്ങനെ പവിത്രത്തിൽ ഇനി വരാൻ പോകുന്ന സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.